ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബീരാനിക്ക ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കേട്ടോ. പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ സഹോദരിയുടെ മകൻ്റെ കല്യാണമല്ലേ. സഹോദരിയാണെങ്കിൽ ഈ ബീരാനിക്ക ഇത് എവിടെ ചെന്ന് കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും നോക്കാട്ടോ കേട്ടോ. അവർ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ കിച്ചണിലാണ് പോയിരിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും സഹോദരി ചോദിക്കുകയാണ്, അതിന് ഏട്ടൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? അവിടെ ജോലിക്ക് വേറെ ആളുകളൊക്കെ നിർത്തിയിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയത്? ഒന്ന് പോയി വിളിച്ചിട്ട് വാ. അങ്ങനെ സമയമായി, മുഹൂർത്തമായി, പെണ്ണിനെ മണ്ഡപത്തിലേക്ക് ആനയിക്കാനുള്ള സമയമായല്ലോ എന്ന് പറഞ്ഞാൽ അവർ ടെൻഷൻ അടിച്ചിരിക്കണം കേട്ടോ. അപ്പം തന്നെ രേവതി വന്ന് പറയുന്നുണ്ട്, പെണ്ണിനെ എന്തായാലും മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനുള്ള മുഹൂർത്തം ആയിട്ടുണ്ട്, ഞാനിന്ന് പോയി പെങ്കുച്ചിനെ വിളിച്ചിട്ട് വരാം. അങ്ങനെ മാളുവിൻ്റെ അടുത്തേക്ക് ഇവർ വരുവാട്ടോ. വന്ന് മാളുവിനോട് സംസാരിക്കുന്നുണ്ട്. ഒരുങ്ങിയതൊക്കെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ പെങ്കുച്ചിനെ സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് വരുവാണ്. ഇപ്പോൾ അനുഗ്രഹം വാങ്ങാനായിട്ട് മുതിർന്ന ആൾക്കാരുടെ കാലിൽ തൊട്ട് തൊഴണ്ടേ. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് നിൽക്കുമ്പോഴത്തേക്കും ബീരാനിക്കാനെ മാത്രം കാണുന്നില്ല. അയ്യോ, ഇതുവരെ വന്നില്ലല്ലോ. അയാളാണെങ്കിൽ അവിടെ ചെന്ന് ഒന്ന് മണ്ഡപത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് എത്തി നോക്കുമ്പോൾ അവിടെ ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതിനിടയിൽ കൂടെ എങ്ങനെ പോവും? തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ വർഷയും ശ്രീകാന്തും ഉണ്ട്. സച്ചിയെയും രേവതിനെയും കാണുമ്പോൾ വീണ്ടും അയാൾ വിറയ്ക്കാട്ടോ. അപ്പോൾ അവിടെ ഒരു കെട്ട് അടുക്കി വെച്ചിരിക്കുകയായിരുന്നു കസേരകൾ. ഈ കസേര എടുത്ത് മുഖം മറിച്ച് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് എത്താമല്ലോ എന്ന്. അങ്ങനെ കസേര എടുത്ത് മുഖം മറിച്ചും കൊണ്ട് നേരെ ആ പെങ്കുച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ. അപ്പോഴാണ് അയാളെ സഹോദരൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്ത് പണി, അളിയൻ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? അല്ലടാ, അത് ഞാൻ കിച്ചണിലൊക്കെ അവിടെ ജോലി ചെയ്യാൻ ആളില്ലേ, എന്തിനാ ഈ കസേരയും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതിപ്പോൾ സാരമില്ലെന്നേ, ഇവിടെ നിന്നേ, ഇനി എങ്ങോട്ടും പോകണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ ദേ സച്ചിൻ രേവതിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. വീണ്ടും അയാൾ അവിടുന്ന് പതിയെ ചറുകയാണ് കേട്ടോ. അങ്ങനെ മണ്ഡപത്തിലേക്ക് വന്ന് മുഹൂർത്തമായി, എല്ലാവരും താലി കെട്ടാനുള്ള സമയമായി. ആ സമയത്ത് രേവതി കൊണ്ട് ചാച്ചൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയല, അച്ഛാ പെങ്കൊച്ച് എങ്ങനെയുണ്ട് ഒരുങ്ങിയപ്പോൾ? പിന്നെ നമ്മുടെ മോളല്ലേ അവൾ, മാളു, പിന്നെ നല്ല ഭംഗിയല്ലേ അവളെ കാണാനായിട്ട്, രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. എന്തായാലും ഈ വിവാഹം നടന്നത് നന്നായി, ജീവിതകാലം മുഴുവൻ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ, നല്ല പിള്ളേരാ എന്നൊക്കെ സച്ചിൻ രേവതിയും ഒക്കെ അത് തന്നെയാണ് പറയാനേട്ടോ. ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും പറയലും ഒക്കെയാണ്. അതിനുശേഷം കല്യാണം താലികെട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്തും ബീരാനിക്കൊക്കെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അയാൾ അവിടെ മറിഞ്ഞു നിന്നെല്ലാം കണ്ണ് നിറഞ്ഞു പോവാട്ടോ. സ്വന്തം സഹോദരിയുടെ മകൻ്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ട ആളാണ്, ഒളിഞ്ഞു നിന്ന് കാണേണ്ട ഗതികേട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കരച്ചിലും ഒക്കെ വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ ബീരാനിക്ക് കാണുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് സച്ചി അടികൊടുത്ത രണ്ടോമാരല്ലേ, അവന്മാർക്ക് വാശിയിട്ടോ എങ്ങനെയെങ്കിലും സച്ചി കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ, പുറത്ത് വെച്ച് അവൻ 2 കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിലും അവനിപ്പോൾ നമ്മളെ പേടിച്ച് നടക്കുക എന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ താലി കെട്ടെല്ലാം കഴിഞ്ഞ് ഇവന്മാർ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ബാക്കി എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അങ്ങനെ രവീന്ദ്രനും കുടുംബം മൊത്തം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ബീരാനിക്ക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും പെങ്കൊച്ചിൻ്റെയും പയ്യൻ്റെ അടുത്ത് പോകണമല്ലോ. അപ്പോൾ ശ്രുതിയെ ഒന്ന് ഫോണിൽ വിളിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ, ശ്രുതി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രുതിയോട് പറയാം, നിൻ്റെ വീട്ടുകാരെയും കൊണ്ട് എത്രയും വേഗം രക്ഷപ്പൊക്കോ, എനിക്കിനി സമാധാനമായിട്ട് ഇവിടെ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ അമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്. ശ്രുതിയുടെ മണ്ടയിൽ ചോറൊക്കെ കയറുന്നുണ്ട്. അത് നമ്മൾ ചന്ദ്ര തട്ടി കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറയാം, അയ്യോ പിന്നെ കൊച്ചു കുഞ്ഞല്ലവൻ, ആക്രാന്തം കാണിക്കാതെ കഴിക്കടാന്നും പറഞ്ഞ് വഴക്കും പറയാം കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇവരുടെ മുന്നേ ചെന്ന് പറയാനാ. ചോദിക്കുമ്പോഴൊക്കെ ശ്രുതി പറയണത് എന്താണെന്ന് വെച്ചാൽ, മീരയാണ് വിളിക്കുന്നതെന്ന്. മീരയാണെങ്കിൽ ഫോൺ എടുത്തുകൂടെ, സംസാരിച്ചുകൂടെ എന്ന് ശ്രുതി ചോദിക്കുക. അങ്ങനെ ഈ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡപത്തിൽ നിന്ന് ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് ഇട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി അത്ര അത്യാവശ്യം, നീ എന്തിനാ ഇപ്പോൾ ഇതിട്ടിട്ട് പോണതേ വരുന്നു എന്നും പറഞ്ഞിട്ട് ഓട്ടം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ലായോ? അപ്പോൾ വർഷ ഇരുന്ന് പറയാം, കൂട്ടുകാരിയല്ലേ വിളിച്ചത്, എന്തെങ്കിലുമൊക്കെ രഹസ്യം കാണും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ തന്നെ ചന്ദ്ര പറയാം, എൻ്റെ മരുമകൾക്ക് അങ്ങനെ ഒരു രഹസ്യമില്ല, അവൾ നല്ലൊരു കുട്ടിയാണ്, പിന്നെ നല്ല കുട്ടി എന്ന് സച്ചി ഊന്നി പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണിക്കാർ അളിയനുണ്ടല്ലോ, അയാൾ നോക്കുമ്പോഴത്തേക്ക് ഇവന്മാർ രണ്ടുപേരും എന്തോ പിറുപിറുത്തുകൊണ്ട് പോകണം. അപ്പോൾ അയാൾ ചോദിക്കണുണ്ട്, എന്താടാ സതീഷേ കാര്യം? എടാ, ഈ പെണ്ണിൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് വന്ന അതിലൊരുത്തനെ ഞങ്ങൾ അടിച്ചോ? എന്തിന്? ഒരു കാരണമല്ല, ഞങ്ങളവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? എടാ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ,
പേടിക്കണ്ട, കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം പുറത്തിറങ്ങട്ടെ, അവന് രണ്ട് കൊടുക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം കേട്ടോ. എത്ര പറഞ്ഞിട്ട് അവന്മാർ കേൾക്കുന്നില്ല. സച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ അവന്മാർ. അങ്ങനെ വീരാനിക്ക പുറത്തിറങ്ങി വന്നിട്ട് ശ്രുതിയോട് പറയാം, എടി കല്യാണമൊക്കെ മംഗളമായി നടന്നു, നിങ്ങളെല്ലാവരും കണ്ടു. മുന്നിൽ നിന്ന് നടത്തേണ്ട ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം സഹോദരിയുടെ മോനവൻ, അവന് നല്ല കാര്യത്തിന് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, എത്രയും വേഗം നീ നിൻ്റെ ആൾക്കാരെയും വിളിച്ച് പൊക്കോ. ഇനിയെങ്കിലും ഞാൻ ഇവിടെ നിന്നോട്ടെ. അത് നടക്കില്ലെന്നോ? ഇത്രയൊക്കെ ആയിട്ട് ഇനി നടക്കില്ലെന്നോ? നീ എന്താടി പറയുന്നത്? അതെ, ഈ അശോകൻ അങ്കളും എൻ്റെ അങ്കളും തമ്മിലെ ഒരൊറ്റ ഒരാളാണ്. അതെന്താ അങ്ങനെ? അവരങ്ങനെയാണ് ജീവിച്ചതും വളർന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം പോലെയാണ്. അങ്ങനെ നാട്ടുകാരെ പോലെ കഴിച്ചുടനെ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും കഴിയത്തില്ല. കൂടെ നിന്ന് എല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞിട്ട് അവർ പോകത്തുള്ളൂ. പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചതിന് ശേഷമേ പോവുള്ളൂ. എടി നീ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടി എന്നും പറഞ്ഞും കൊണ്ട് പീരാനിക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയോ. ശ്രുതിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്